രാം നാരായൺ രാം. ഇന്ന് നാം രാജ്യത്ത് ലോകത്ത് നടക്കുന്ന പോരാട്ടങ്ങൾ, സംഘർഷങ്ങൾ, പരസ്പര വിവാദങ്ങൾ, വലിയ തലത്തിലുള്ള യുദ്ധങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. അവസാനം മനുഷ്യൻ മറ്റൊരാളെ എങ്ങനെ ദുഷ്മനായി മാറിയിരിക്കുന്നു? ഇത്തരം യുദ്ധങ്ങൾ രാജ്യങ്ങളിൽ ലോകത്ത് എങ്ങനെ നടക്കുന്നു? ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ട്. ആദ്യത്തെ കാരണം ഓണർഷിപ്പ്, അതായത് വ്യക്തിഗത ഉടമസ്ഥതാവകാശം. രണ്ടാം കാരണം മതം. മൂന്നാം കാരണം രാഷ്ട്രീയങ്ങൾ. നാലാം കാരണം ജാതിവാദം. രാജ്യം എങ്ങനെ മുന്നോട്ടു പോകും? രാജ്യത്തിൻ്റെ വികസനം എങ്ങനെ സംഭവിക്കും? രാജ്യം പുരോഗതിയിലേക്ക് എങ്ങനെ കടന്നുപോകും? ഇവയെല്ലാം ചിന്തിക്കുന്നതിന് പകരം നാം അറിയാതെ ചില അനാവശ്യമായ കാര്യങ്ങളിൽ പതിക്കുകയാണ്. നാം എല്ലാവരും ഒരു ഭൂമിയിലെ ജീവികളാണ്. എല്ലാവരും ഒരേ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ഒരേ മതം ഉണ്ടായിരിക്കണം. ആ മതം പ്രകൃതിയുടെ മതം ആയിരിക്കണം. അതുപോലെ എല്ലാവർക്കും ഒരേ ജാതി ഉണ്ടായിരിക്കണം. അത് ജീവജാതി ആണ്. ഇവിടെ മതത്തിൻ്റെ രാഷ്ട്രീയമുണ്ടായിരിക്കും. ജാതി വിവക്ഷകളും ഭരണഘടനയെക്കുറിച്ചും ചർച്ചകൾ നടക്കും. എങ്കിൽ നമുക്ക് പരസ്പരം ചേർന്ന് ജീവിക്കാൻ സാധിക്കില്ല. 84 ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ മനുഷ്യജീവിതം ലഭിക്കുന്നത് കൊണ്ടും മനുഷ്യൻ തന്നെ മറ്റൊരാളുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. നമ്മുടെ ഭൂമി യാഥാർത്ഥ്യ ഭൂമിയാണത്. വിശ്വാസം നമ്മുടെ ശക്തിയാണ്. സഹനം നമ്മുടെ അകലമായ ഒരു നിയമം. പ്രണയം നമ്മുടെ ആത്മവിശ്വാസം. ഇവെല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു മുന്നോട്ടു പോകുന്നുവെങ്കിൽ ലക്ഷ്യം സ്വയം കിട്ടും. അതിനാൽ നഷ്ടത്തിൻ്റെ രാഷ്ട്രീയമെടുക്കലിന് ആവശ്യമില്ല. മറ്റൊരാളെ താഴെ കാണിക്കുന്നതിന് ആവശ്യമില്ല. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇതിനകം അത്ര വളരെ എല്ലാം കിട്ടി. അത് ജീവിതത്തെ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. പ്രകൃതിയിൽ നിന്നുള്ള പഠനവും എത്രയും വൈകാതെ നേടണം. ഇന്ന് സമൂഹം വളരെ മുന്നേറി. സമൂഹം വളരെ ബുദ്ധിമാനായിരിക്കുന്നു. ഓരോ മനുഷ്യനും വസ്തുക്കളും മരങ്ങളും പൂക്കളും എല്ലാം ഓരോ ദിവസവും ഓരോ നിമിഷവും വളർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ മനുഷ്യൻ മാത്രം മുന്നോട്ടു പോകണം. പുരോഗതി എങ്ങനെ ഉണ്ടാകും? വിജയവും എങ്ങനെ നേടാം? ഈ കാര്യങ്ങളിൽ മാത്രമേ ചിന്തിക്കണം. മാനുഷികൻ ഇപ്പോൾ കൈവച്ചുള്ള എല്ലാം ആകാശത്തിൻ്റെയും പ്രകൃതിയുടെയും നൽകിയതാണ്. ആകാശം, ഭൂമി, വെള്ളം, വായു, ഊർജം, ഇവ 5 മൂലഭൂതങ്ങളിൽ നിന്നാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവ ഇല്ലാതിരുന്നാൽ നമ്മൾ എങ്ങനെ ശ്വാസം എടുക്കാം, ജീവിക്കാനാകും? അതിനാൽ മനുഷ്യൻ എപ്പോഴും പ്രകൃതിയുടെ നിയമങ്ങളിൽ ചിന്തിച്ച് നടപ്പിലാക്കണം. ആകാശം പ്രകൃതിയെ സൃഷ്ടിച്ചു. സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ നിന്നാണ് നമ്മളൊക്കെ. ഇവ എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നവയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. നമ്മുടെ സജീവത ഉണരുന്നു, ധാരണ രൂപപ്പെടുന്നു. മനുഷ്യൻ എന്തു ചെയ്താലും അത് ശരിയോ തെറ്റോ എന്നത് നമ്മളുടെ ധാരണ തന്നെ പറയുന്നു. അതുകൊണ്ടു ഈ അനാവശ്യമായ കാര്യങ്ങളിൽ സമയം കളയരുത്. മറ്റൊരാളെ താഴെയാക്കരുത്. ഉടമസ്ഥതാവകാശം സ്ഥാപിക്കരുത്. ആകാശത്തിൻ്റെ നിയമം പാലിച്ച് പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് രാം നാരായൺ രാമിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചേർക്കപ്പെടുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാകും. നിങ്ങൾ പോസിറ്റീവ് ചിന്തയുള്ളവരായിരിക്കും. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ മനുഷ്യനും ധ്യാനത്തിലേക്ക് ചേരേണ്ടതുണ്ട്. ധ്യാനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ധാരണയ്ക്കും ആന്തരിക ആത്മാവിനും ശക്തി നൽകും. ഇവയെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. അതിനാൽ ഓരോ മനുഷ്യനും ധ്യാനമുയർത്തണം. ധ്യാനം ഒരു തരത്തിലുള്ള ശബ്ദ ഊർജമാണ്. അത് നമ്മുടെ ശരീരത്തിലുള്ള 50,000 കോടി ആത്മാക്കളുടെ ഊർജം നൽകുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്
ശക്തി നൽകുന്നു, ജീവനം നൽകുന്നു, ചിന്തിക്കുന്ന ശേഷിക്കുന്ന ശക്തി വികസിപ്പിക്കുന്നു. ഈ ശബ്ദ ഊർജം എവിടെ നിന്നാണ് എത്തുന്നത്? ഇത് പ്രകൃതിയിൽ നിന്നാണ് എത്തുന്നത്. അതിനാൽ പ്രകൃതിയും സൃഷ്ടിയും ആകാശവും ബ്രഹ്മാണ്ടവും എല്ലാം തന്നെയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ജീവിതം നേടുന്നത്. രാം നാരായൺ രാമിൻ്റെ നാമത്തിൽ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾ മുഴുവൻ ബ്രഹ്മാണ്ടത്തെ ഓർക്കും. ഈ ജമന്ത്രത്തിൽ മുഴുവൻ ബ്രഹ്മാണ്ടം ഉൾക്കൊള്ളുന്നു. അതിനാൽ ഈ ബീസ് മന്ത്ര ജപം തുടരുക. ഇതിൽ അവസ്ഥയുടെ ശക്തിയുണ്ട്. അത് എല്ലാം തൻ്റെ കൂടെ ചേർക്കുന്നു.